ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്നാണ്. എപ്പോഴെത്തിയേ? കാലത്ത് 4:30 എത്തി. എങ്ങനെയാണ് വി എസിനെ ഓർമ്മിക്കുന്നത്? നമ്മുടെ നാടിൻ്റെ രക്ഷകനായിട്ട് തന്നെയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ്. എല്ലാവരെയും എല്ലാവരുടെ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നു. പരിസ്ഥിതി ഉൾപ്പെടെ കൈകാര്യം ചെയ്ത മഹത്തായ ഒരു വ്യക്തി. കണ്ടോ വി എസിനെ കയറി കണ്ടോ? ചേട്ടൻ ഇവിടുന്ന കോഴിക്കോട് കോഴിക്കോട് മാവൂർ നിന്നാണ്. ഞാൻ 88 വി എസ് മാവൂർ വരുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് 13 വയസ്സുള്ള പ്രായത്തിൽ അന്ന് മാവൂർ ഗോൾഡ് തുറന്നിട്ട് അടച്ചിട്ടത് 87 ഗവൺമെൻറ് തുറന്ന സമയത്ത് ആ സമയത്ത് അവിടെ EMSനും വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒരു തുടർന്ന് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിൽ എന്നും ആവേശം ഉണ്ടായിട്ടുണ്ട്. പോരാളികളുടെ തേരാളിയായിരുന്നു സഖ വി എസ്. അസുഖ സമയത്തൊക്കെ നേരത്തെ വന്നിരുന്നു ഇവിടെ ആശുപത്രിയിൽ കാണാൻ ശ്രമിച്ചിരുന്നു? ഇല്ല. കണ്ടു വി എസ് കണ്ടു? ഓ കണ്ടു. ഒപ്പം ഉണ്ടാവും. ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഞങ്ങളിന്ന് വൈകിട്ട് തിരിക്കും, നാട്ടിലേക്ക് തിരിക്കും. സേതു, ഇതാണ് ഇപ്പോൾ ഈ രണ്ട് ചേട്ടന്മാർ നമ്മൾ സംസാരിച്ചു. അവർ കോഴിക്കോട് നിന്നാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പുലർച്ചെ ഇവിടേക്ക് വന്നതാണ്. വിയോഗ വാർത്ത അറിഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് വരികയും പിന്നീട് ഇന്ന് രാവിലെ ഈ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തു. വേലിക്കകത്ത് വീട്ടിലേക്കാണ് ഇവർ എത്തിയത്. നമുക്കറിയാം ഇപ്പോൾ ഇങ്ങനെ നിരവധി ആളുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്നലെ AKG സെന്ററിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഈ ബാർട്ടൺ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഇവിടെയും അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 9 മണിക്കാണ് ദർബാർ ഹാളിലേക്ക്, സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. അവിടെ പൊതുദർശനം ഉണ്ടാകും. അവിടെയും ആളുകൾക്ക് വന്ന് കണ്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട കോഴിക്കോട്ട് നിന്ന് വന്ന 2 ആളുകളെ പോലെ നിരവധി ആളുകൾ സംസ്ഥാനത്തിന്റെ പലവിധ ഭാഗത്തു നിന്നും ഇവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് പലവിധ സ്ഥലങ്ങൾ അദ്ദേഹത്തിന് ഈ ഇത്തരത്തിൽ പൊതുദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ പല ഭാഗത്തും, അതായത് വീടിൻ്റെ മുന്നിൽ പല സ്ഥലത്തും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ചേട്ടാ എവിടുന്നാണ് വരുന്നത്? ഇവിടെ തന്നെയാണോ? സ്ഥലം എവിടെയാണ്? സ്ഥലമെല്ലാം പോത്തങ്കോട്. എങ്ങനെയാണ് വി എസിനെ ഓർമ്മിക്കുന്നത്? എങ്ങനെയാണ്? വി എസ് നമ്മളുടെ ഹൃദയത്തിൽ കൂടെയാണ് ഓർമ്മിക്കുന്നത്. വി എസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതാണ് വി എസിനെ ജനങ്ങളോടുള്ള അടുപ്പത്തിലേക്ക് എത്തിക്കുന്നത്. ഓരോ കാര്യങ്ങൾ സമര രംഗത്തായിരുന്നാൽ പോലും എല്ലാം വി എസിൻ്റെ പ്രത്യേക ഒരു ഇതാണ്. അതിൽ പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ദുഃഖമാണ് നമുക്ക്. ചേട്ടന് ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. എങ്ങനെയാണ് വി എസിനെ ഓർമ്മിക്കുന്നത്? വി എസിനെ നമ്മൾ ഇടയ്ക്ക് പോയി നമ്മൾ കാണാൻ പറ്റും. നമുക്കൊരു ക്ലബ്ബുണ്ട്, AKG ക്ലബ്ബിന് ഉദ്ഘാടനത്തിന് വരാമെന്നെല്ലാം സമ്മതിച്ചു. ആ സമയത്താണ് സുഖമില്ലാതായത്. എങ്കിൽ പോലും വരാമെന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ് ഇട്ടതിലൊരു വ്യത്യാസം വന്നു. അതാണ് വരാൻ പറ്റാതെ ഉള്ളത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനത്തെ പരിപാടിയും അതായത് AKGയിലെ നമ്മളെ പോത്തങ്കോട് AKG ക്ലബിൻ്റെ ഇതിനു വേണ്ടി ലാസ്റ്റ് പരിപാടി പറഞ്ഞിരുന്നതാണ്. അത് വരാൻ പറ്റിയില്ല. ഡേറ്റ് അപ്പോൾ ആശുപത്രിയിൽ പോകേണ്ട ഡേറ്റും കൂടെ ആയതുകൊണ്ടാണ് അന്ന് വരാൻ പറ്റാതെ വന്നത്. സേതു, ഇങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരികയാണ്. നേരം അങ്ങനെ പുലർന്നു വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് പോലും വലിയ തിരക്ക് ഇവിടെയുണ്ട്. ആളുകളുടെ വലിയൊരു ഒഴുക്ക് ഈ വേലിക്കകത്ത് വീട്ടിലേക്കുണ്ട്. ഇതിനുശേഷം 9 മണിക്കായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. അവിടെയാണ് പൊതുദർശനം ഉണ്ടായിരിക്കുക 2 മണിവരെ. അതിനുശേഷമാണ് വീട്ടിലേക്ക്, അതായത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. അവിടെ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ, ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാകും. അത് വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ നിരവധി ആളുകൾക്ക് വന്നു പോകാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൗകര്യം അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് വലിയ ചുടുകാട്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. എന്തായാലും വലിയ ഒരു ഒഴുക്ക്, ആളുകൾ, ജനങ്ങളുടെ ഒരു ഒഴുക്ക് ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്, ഏറ്റവും ഒടുവിൽ കണ്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവുമായുള്ള യാത്രയാണ്. അത് ഏകദേശം ഒരു ദിവസത്തിലധികം നീണ്ടു നിന്നു. ഒരു രാത്രിയും പകലുമൊക്കെ നീണ്ടു നിന്ന ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് വഴിയിലേക്കൊക്കെ ആളുകൾ ഓടി വരുന്നതും ഉമ്മൻചാണ്ടി
ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിന്ന് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുതന്നെ ഇവിടെയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. AK സെന്ററിലേക്ക്, പഴയ AK സെന്ററിലേക്കാണ്, അതായത് ഇപ്പോഴത്തെ പഠന ഗവേഷണ കേന്ദ്രം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് അവിടെയാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. അവിടേക്കൊക്കെ നിരവധി ആളുകളാണ് ഒഴുകിയെത്തിയത്.